സബർ ബോണ്ട ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ മികച്ച അഭിപ്രായം നേടിയ ശേഷം ഇപ്പോൾ ഡിജിറ്റൽ റിലീസ് ആയിട്ടുള്ള ഒരു മറാഠി സിനിമയാണ്. ഇക്കഴിഞ്ഞ തിരുവനന്തപുരത്ത് IFFK പടം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. നല്ല അഭിപ്രായം അവിടെ നേടിയ ഒരു സിനിമയായിരുന്നു. രോഹൻ പരശുറാം കനവാടെ സംവിധാനം ചെയ്ത് ഭൂഷൺ മനോജ്, സുരാജ് സുമൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇതിലെ നായകൻ ആനന്ദ് അച്ഛന്റെ മരണത്തെ തുടർന്ന് മുംബൈയിൽ നിന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് മരണാനന്തര ചടങ്ങുകൾക്ക് എത്തുന്നതും അവിടെ വെച്ച് പഴയ സുഹൃത്തിനെ വീണ്ടും കാണുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് സബർ ബോണ്ട എന്ന സിനിമ പറയുന്നത്. ഈ സബർ ബോണ്ട എന്ന മറാഠി വാക്കിനർത്ഥം തന്നെ കള്ളിമുൾ ചെടിയുടെ പഴം ഇല്ലേ, അതാണ്. ഒരു സിമ്പിൾ പ്ലോട്ട് കൊണ്ട് വലിയ കാര്യം സംസാരിക്കുന്ന ഒരു ചെറിയ പടമാണെന്ന് പറയാം. മലയാള സിനിമ പോലെ മറാഠിയും ബോൾഡ് ആയിട്ടുള്ള പ്രമേയങ്ങൾ ചലച്ചിത്രമാക്കുന്നതിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതിൽ പേര് കേട്ടവരാണ്. അത്തരത്തിലുള്ള ഒരു പടമാണിത്. പടം എല്ലാവർക്കും പറ്റിയ ചായക്കോപ്പയല്ല. ഒരു അവാർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈപ്പ് സിനിമയാണ്. സോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സിനിമ സംസാരിക്കുന്നത്. സങ്കീർണമായ പ്രണയം, മതാചാരങ്ങൾ, സൊസൈറ്റിയുടെ ചിന്താഗതി, വിവാഹത്തിനുള്ള പ്രഷർ, അങ്ങനെ കാലിക പ്രസക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരു 30 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത ആൺകുട്ടിക്ക് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ ഷോക്കിംഗ് ആയിരുന്നു. ഇതിലെ നായകന്മാർ തമ്മിലുള്ള ഒരു സ്പെഷ്യൽ സൗഹൃദം മാത്രമല്ല, നായകൻ ആനന്ദും അമ്മയും തമ്മിലുള്ള സ്നേഹവും മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വളരെ റോ ആൻഡ് റൂട്ടഡ് ആയിട്ടുള്ള അവതരണ ശൈലിയും പടത്തിന്റെ പോസിറ്റീവാണ്. നല്ല 4 ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. ഭൂഷൺ മനോജ് ആണ് ഇതിൽ ആനന്ദായിട്ട് വരുന്നത്. കിടു പെർഫോമൻസ് ആയിരുന്നു. ആനന്ദിന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും ഒരു വ്യക്തത ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അവന്റെ അച്ഛൻ പണ്ട് അമ്മയെ സ്വീകരിച്ച കാര്യമൊക്കെ ആകാം അവനെ അവസാനത്തെ തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതേസമയം ഇതിലെ രണ്ടാമത്തെ നായകൻ ബാലി എന്ന കഥാപാത്രം വെറും നാട്ടിൻ പുറത്തെ ഒരു നിഷ്കളങ്കനാണ്. പണ്ടേതോ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മ വന്നു. ഈ പഠിച്ചവൻ എപ്പോഴും സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കാത്തവൻ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുകയെന്ന്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇതിലെ ബാലിയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. സുരാജ് സൂമനാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജയശ്രീ ജഗതാപ് അവതരിപ്പിച്ച അമ്മ കഥാപാത്രമാണ്. മികച്ചൊരു റോളാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് അവരുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല വിവരമുണ്ട് എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസമുള്ളവരെ കാട്ടിലും അവർക്ക് അവരുടെ മകനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവന്റെ സ്വത്വം അവർ അംഗീകരിക്കുന്നുണ്ട്. അതിൽ അവർക്കൊരു പ്രശ്നവുമില്ല. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും നൈസായിട്ട് തന്നെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും. ക്യാമറ രസമുണ്ടായിരുന്നു. വികാസ് ഊർസ് ആണ് ഇതിന്റെ DOP. മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നൈസായിട്ട് തന്നെ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആട് മേയ്ക്കാൻ പോകുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ചില ആംഗിളുകൾ വളരെ ക്ലോസപ്പിൽ കാണിച്ചിരിക്കുന്നതും രസമുണ്ടായിരുന്നു. അനധി അതാലയാണ് ഇതിന്റെ എഡിറ്റിംഗ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പടത്തിലില്ല. പടം വളരെ സ്ലോ ആണ്. ഓരോ സീനും തീരാൻ വേണ്ടി ഒരുപാട് ഇഴയുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. സോ എല്ലാവർക്കും ഇത് കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാകണമെന്നില്ല. മിക്ക ആൾക്കാരും തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബോറടിച്ച് നിർത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു കൊമേഴ്സ്യൽ സിനിമയേ അല്ല. പിന്നെ ഹോമോഫോബിയ ഒക്കെ ഉള്ളവർ പടം കാണേണ്ട കാര്യമില്ല. അവർക്ക് പേടിച്ച് പനി വരാനുള്ള സാധ്യതയുണ്ട്. സോ സബർ ബോണ്ട സ്വന്തം വീട്ടിലേക്കുള്ള ഒരു തിരിച്ചു പോക്കാണെന്ന് പറയാം. പഴയതിലേക്ക് പോയാൽ ഇപ്പോൾ പുതുമയായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും പഴയത് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോക്ക്. മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള പടം. എന്നാൽ ശക്തമായ പ്രമേയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും പറ്റിയ പടവുമല്ല. സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അല്ലാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം അല്പം മുള്ള് കൊണ്ടാലും അകത്ത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സബർ ബോണ്ട. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലാണ് കാണാൻ പറ്റുന്നത്. 1 മണിക്കൂർ 52 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. മെയിൽ ന്യൂഡിറ്റി, സെക്സ് സീൻസ് ഒക്കെ പടത്തിലുണ്ട്. അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.